കഴിഞ്ഞ 1.5 വർഷമായിട്ട് തൃശ്ശൂരിൻ്റെ സ്വന്തം ഡിസ്ട്രിക്ട് കളക്ടറായിരുന്ന അർജുൻ പാണ്ഡ്യൻ സർ സ്ഥലം മാറി കാസർഗോഡേക്ക് പോവാണ്. തൃശ്ശൂരിൻ്റെ തന്നെ 2026 എനിക്ക് തോന്നുന്നു ഏറ്റവും വലിയൊരു നഷ്ടമായിരിക്കും അത്. കാരണം അദ്ദേഹത്തിനെ കുറിച്ചൊരു ഭയങ്കരമായിട്ടുള്ളൊരു ഇൻസ്പിറേഷൻ സ്റ്റോറി ഉണ്ട്. ഇടുക്കിയിലെ ഒരു കർഷകൻ്റെയും ഒരു അംഗനവാടി ടീച്ചറുടെയും മകനായിട്ട് ജനനം, അതായത് തേയിലച്ചാക്കൾ ചുവന്നിട്ടുള്ള ബാല്യം, നിശ്ചയദാർഢ്യം കൊണ്ട് ഒന്നുകൊണ്ട് മാത്രമാണ് അദ്ദേഹം IAS എന്നാണ് ഒരു കരസ്ഥമാക്കിയിട്ടുള്ളത്. അദ്ദേഹം IAS എടുത്തിട്ട് ഡിസ്ട്രിക്ട് കളക്ടറായിട്ട് തൃശ്ശൂർ വന്നപ്പോൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, ഏതൊരു പൗരനെയും, തൃശ്ശൂരിലെ ഏതൊരു പൗരനെയും ജാതി മതഭേദമന്യേ അല്ലെങ്കിൽ ലോ ക്ലാസ് ഹൈ ക്ലാസ് അങ്ങനെ ഒരു കാറ്റഗറൈസേഷൻ്റെ ഇതിലൂടെ കാണാണ്ട് ഏതൊരു വ്യക്തിക്കും ആളുടെ ചെല്ലാം എല്ലാവരെയും ഒരുപോലെ ട്രീറ്റ് ചെയ്യുന്നൊരു ഡിസ്ട്രിക്ട് കളക്ടറാണ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പോകാമെന്ന് പറഞ്ഞപ്പോഴും ഫേസ്ബുക്കിലും കണ്ടില്ല, ഭയങ്കരമായിട്ടുള്ള ഇമോഷണൽ മെസ്സേജുകളായിരുന്നു. കാരണം എല്ലാ പൂരത്തിനും ഫെസ്റ്റിവൽക്കും ഒക്കെ അദ്ദേഹം ആക്റ്റീവായിരുന്നു. തൃശ്ശൂരിൻ്റെ ഒരുപാട് വികസന കാര്യങ്ങളിലും അദ്ദേഹം വളരെയധികം ശ്രദ്ധ പുലർത്തിയിരുന്നു. അതുപോലെ തന്നെ ഒരു ഡിസ്ട്രിക്ട് കളക്ടർ എന്നുള്ളൊരു ഇത് മാത്രമല്ല, ഓരോ എല്ലാ ആൾക്കും ഉണ്ടായിരുന്നു. ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് തന്നെയായിരുന്നു. തൃശ്ശൂർ ഇപ്പോൾ ഡിസ്ട്രിക്ട് കളക്ടർ ഉണ്ടെങ്കിൽ എല്ലാവരും, കുട്ടികളും മുതിർന്നവരും പ്രായമായിട്ടുള്ള മുത്തശ്ശിമാരും ഒക്കെ അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ സെൽഫി എടുക്കാനും വിശേഷങ്ങൾ ചോദിക്കാനും ഒക്കെ ആളുടെ ഒരു ഭയങ്കര സ്നേഹമായിരുന്നു. കാരണം ആൾ അത്രയും ഗ്രൗണ്ട് ലെവലിൽ നിന്ന് വന്നിട്ടുള്ളൊരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഒരു നെഗറ്റീവായിട്ടുള്ളൊരു ഇതുപോലും ആളുടെ സർവീസിൽ ഇതുവരെ വന്നിട്ടില്ല. ഇപ്പോൾ തൃശ്ശൂരാണെങ്കിലും സാധാരണ ഡിസ്ട്രിക്ട് കളക്ടർ ഒരു അഹങ്കാരം ഒന്നും അങ്ങനത്തെ ഒരു ക്യാരക്ടറായിരുന്നു പുള്ളി. ഞാൻ തന്നെ ഒരു 3-4 വട്ടം സെൽഫി എടുത്തിട്ടുണ്ട്. കാരണം നമുക്ക് തോന്നുന്നു അദ്ദേഹത്തിനോടുള്ള ഇഷ്ടം വളരെ വലിയൊരു മിസ്സിങ് തന്നെയാണ് എനിക്ക് തോന്നുന്നത് തൃശ്ശൂരിന്. അദ്ദേഹത്തിൻ്റെ ഒരു യാത്രയപ്പ് ഇവിടുന്ന് വേറെ കളക്ടറാണല്ലോ, അങ്ങനെ സ്ഥലങ്ങൾ മാറി പോകണം. പക്ഷേ അത് വലിയൊരു നഷ്ടം തന്നെയാണ് എനിക്ക് തോന്നുന്നത് തൃശ്ശൂരിൻ്റെ.